So how did that two competitors coming together? അത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിയെ കണ്ടു. അപ്പോൾ പുള്ളി ഇവിടെ നമ്മുടെ കൂടെ മലയാളിയാണോ? അല്ലല്ലോ. അല്ലല്ല പുള്ളി ഒരു അവിടെ വെൽത്ത് മാനേജ്മെൻറ്റ് ഫീൽഡിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കക്ഷിയായിരുന്നു. നുവീൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ. അപ്പോൾ കമ്പാരിറ്റേഴ്സാണ് ഹെൽത്തി കോമ്പറ്റീഷൻ. ഹെൽത്തി വളരെ. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ ഇവിടെ വന്നു. നമ്മളിവിടെ ഇതൊക്കെ കണ്ട് പുള്ളി അങ്ങ് വളരെ ഇംപ്രസ്ഡ് ആയി. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ബിഗർ കോസ് ഹി ബോട്ട് ഇൻ ടു ഇറ്റ്. അതായത് നമുക്ക് വി കൻ ഓൺ. അപ്പോൾ പിന്നെ യു ആർ ഓൾസോ ഡൂയിങ് എ സെല്ലിംഗ് ജോബ്. ഇങ്ങനെ എന്തുകൊണ്ട് ഇത് വേണമെന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസ്ഡ് വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗോൾ ഉണ്ടല്ലോ നമ്മുടെ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളിയും വളരെ എക്സൈറ്റഡ് ആയി. വി ഡിസൈഡഡ് ടു മെർജ്. ഒരു നിയർ ഈക്വൽ ടേംസിൽ മെർജ്. ഈവൻ ദോ പുള്ളി അവരുടെ സൈഡ് ഓഫ് ദ ബിസിനസ് വാസ് ഡൂയിങ് ഓൾമോസ്റ്റ് ലൈക്ക് 7 times revenue. പക്ഷേ ഇറ്റ് വാസ് ഓൾ ഡൺ യൂസിങ് പേപ്പർ ആൻഡ് അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ പുള്ളി റിയലൈസ് ദ വാല്യൂ ഓഫ് ടെക്നോളജി. അപ്പോൾ ഒരു റീസണബിൾ ദേ വർ ദ ബിഗർ കമ്പോണൻറ്റ് and he would be the CEO of the combined company. അങ്ങനെയാണ് ഇൻവെസ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പം നമ്മൾ നെറ്റ് ആസറ്റ് മാനേജ്മെന്റ് എന്നുള്ള പേരിൽ 2005 ആൻഡ് മെർജ് ചെയ്തതിന് ശേഷം വി നെവർ ലുക്ക് ബാക്ക്. വളരെ പെട്ടെന്ന് ഉള്ള ഗ്രോത്ത് ആയിരുന്നു. റിലേറ്റീവ് ടേംസ് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു കമ്പൈൻഡ് കമ്പനി മെർജ് ചെയ്യുന്ന സമയത്ത് ഒരു 30 million റവന്യൂ. 25 million അവർക്കുണ്ട്, 5 million നമുക്കുണ്ട്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് നമ്മളൊരു ഈ വെൽത്ത് മാനേജ്മെൻറ്റിലൊക്കെ ഗ്രോത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളൊരു 100 million വളരെ പെട്ടെന്ന് എത്തി. 90 million വളരെ പെട്ടെന്ന്. നമ്മൾ ഫിഡലിറ്റി, വി ബ്രോട്ട് ഇൻ ഫിഡലിറ്റി ആസ് എ ക്ലയൻറ്റ്, ഒരു ആൻഡ് പാർട്ട്ണർ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്ണറായിട്ട് വന്നു. ദെൻ ഈ മേജർ കഴിഞ്ഞപ്പോൾ സഡൻലി നമുക്ക് ഈ സപ്പോർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടെ ഉണ്ട്. അപ്പോൾ അത് ടെക്നോളജി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ഒരു നല്ല ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉണ്ട്. നമ്മൾ നോർത്ത് വെസ്റ്റേൺ മ്യൂച്വൽ ഇൻഷുറൻസ് കമ്പനി അവരിൽ നിന്ന് ക്യാപിറ്റൽ എടുത്തു. ഇങ്ങനെ കുറച്ച് ക്യാപിറ്റലൊക്കെ വളരെ പെട്ടെന്ന് അവൈലബിൾ ആയി. വളരെ പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റി. 2005 പിന്നെ 2008 സംഭവം 2008 നമ്മൾ 5 to 8 വളരെ പെട്ടെന്ന് നമ്മൾ ഗ്രോ ചെയ്തു. പറഞ്ഞ് ലാർജ് ഡീൽസ്, ഇപ്പോൾ $5 million ഡീൽ, അങ്ങനെയൊക്കെ ഉള്ള ഡീൽസൊക്കെ സൈൻ ചെയ്യാൻ പറ്റി. ഫിഡലിറ്റി ബിക്കമിങ് എ ജോയിൻറ്റ് പാർട്ട്ണർ. അപ്പോൾ അവർക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പോൾ ദാറ്റ് അലൗഡ് us to go into many places. അപ്പോൾ അങ്ങനെ എല്ലാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു അംബിഷ്യസ് ആയി. നമ്മൾ ഉടനെ അടുത്ത പബ്ലിക് ആയാലോ എന്താണ്. അപ്പം നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ജോക്കിംഗ്ലി പറയുമായിരുന്നു, വി ഷുഡ് മേക്ക് എ പബ്ലിക് കമ്പനി. അപ്പം അന്നൊന്നും നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ അങ്ങനെ പബ്ലിക് ആകണമെന്നൊക്കെ ഒരു ഡീപ്പ് ഇൻസൈഡ് യു ഹാവ് ദാറ്റ് ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ്. സഡൻലി യു ആർ റൈറ്റ്. അപ്പോൾ അതൊരു ഗോളാണ്. ഇനി സ്റ്റാർട്ടപ്പിൻ്റെ അടുത്ത ഗോളെന്ന് പറയുന്നത് ഈ സീരീസ് എ, സീരീസ് ബി ഒക്കെ കഴിഞ്ഞാൽ IPO എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് മൈൽസ്റ്റോൺ. ഇറ്റ് ഡസൻറ്റ് എൻഡ് ദെയർ. സം കമ്പനീസ് ഗ്രോ 10-20 times ഫ്രം IPO. അങ്ങനെയുള്ളത് സസ്റ്റെയിൻ ചെയ്യും. പക്ഷേ IPO ആയിക്കഴിഞ്ഞാൽ യു ലൂസ് കൺട്രോൾ ഓഫ് ദ കമ്പനി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ ലോട്ട് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ഹാവ് എ സേ ഇൻ ഹൗ യു റൺ. they care about the profits that you generate. പ്രൈവറ്റ് ആയിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പോൾ ഓൺടർപ്രണറിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ ഈസി തിങ് ബീങ് എ പ്രൈവറ്റ് കമ്പനി. അതുകൊണ്ടാണ് ഒരുപാട് ഇപ്പോൾ ഇഫ് യു നോട്ടീസ് ഒരുപാട് കമ്പനീസ് ദേ ലൈക്ക് ടു ബി പ്രൈവറ്റ് ഫോർ എവർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർവൈസ് you have no control. മീഡിയ അല്ലെങ്കിൽ ഇത് കൺട്രോൾ യു ആൻഡ് ടോപ്പിൾ യു ഓൾ തിങ്. അതെ അതെല്ലാം ഉണ്ട്. പിന്നെ ഷെയർ ഹോൾഡേഴ്സിനെ ഹാപ്പി ആക്കണം. ഇൻഫാക്ട് യു ഹാവ് ടു മേക്ക് പബ്ലിക് ഹാപ്പി. അതായത് സഡൻലി how you behave as a company, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്. ഈവൻ പബ്ലിക് കമ്പനി ആകുമ്പോൾ അവരായിട്ട് പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ they have to certain things they cannot say because അതെ the very first any presentation starts with the first slide which is a disclosure.
അതായത് ബിഫോർ ഈവൻ ടോക്ക് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ് Right. റൈറ്റ് ഒരു ഡിസ്ക്ലോഷർ It's a whole mess. അതെ അതെ വളരെ കെയർഫുൾ ആയിരിക്കണം. വി ആർ കോച്ച്ഡ് പബ്ലിക് ആകുമ്പോഴത്തേക്കും ആഫ്റ്റർ ദാറ്റ് വാട്ട് യു സേ ആസ് എ പബ്ലിക് പേഴ്സൺ ഓർ റെസ്പോൺസിബിൾ പേഴ്സൺ വാട്ട് യു ഷുഡ് നോട്ട് സേ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കെയർ ചെയ്യണം. സോ യു ക്യാൻ ഫ്രീലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. So just to give a timeline for the audience who's watching it, stamps.com IPO പോയി. അത് 97 അപ്പൊ പിന്നെ .com crash വന്നു, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അതെ. പിന്നെ വീണ്ടും ഇത് and 2008 is coming. They don't know it's going to happen. Then there is another coming going to IPO. അപ്പോൾ ഇതിൽ ഒരു ഡിഫറൻസ് സ്റ്റാമ്പ്സ്.com അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. സംതിങ് ഹാപ്പൻ നാച്ചുറലി വന്ന IPO ആണ്. അങ്ങനെ ഒരു പ്ലാനിങ്ങോ ഇതൊന്നും ഇല്ലായിരുന്നു അന്ന്. ആ സമയത്ത് മാർക്കറ്റ് വാസ് വെരി ഡിഫറെന്റ്. യു ക്യാൻ റേസ് മണി ഫ്രം ദ പബ്ലിക്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ യു ആർ ഓൾറെഡി മെച്യൂർ, യു ഹാവ് കമ്പനി, ഒരു റിയൽ കമ്പനി. അതായത് ഞാൻ stamps.com ജേർണി അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം എൻ്റെ ജനറൽ ഒരു ഹൗ യു ആർ വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് വഴി ഏൺ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ഡീപ്പ് ബിലീഫുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വി മേഡ് സം മണി, പക്ഷേ ഒരു റിയൽ എൻജോയ്മെൻറ്റ് ഓഫ് ബിൽഡിങ് സംതിങ് വേർ യു ഗോ ത്രൂ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെങ്കിലും അത് വളരെ ഷോർട്ട് ടൈം ഫ്രെയിമിലായിരുന്നു. അല്ലാതെ ഈ ലോങ്ങർ ടൈം ഹൊറൈസണിൽ തുടങ്ങി പിന്നെ IPO. വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ടൈം ഹൊറൈസൺ. ഇവിടെയാണ് 2005 ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് 1999 സ്റ്റാർട്ട് ചെയ്തു. then IPO. It's like a long 10 years. അത് ഇൻവെസ്റ്റ്മെന്റിന് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് പേഴ്സണലി ഐ മേഡ് എ കമ്മിറ്റ്മെന്റ്. അതായത് ഞാൻ കുറെ കമ്പനീസിനൊക്കെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും I figured 20 years is a good time frame for a good company. അത്രയും സമയം നമ്മൾ കമ്മിറ്റ് ചെയ്യണം, അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊന്നുമില്ല. ഇപ്പൊ സ്റ്റാർട്ടപ്പ് തുടങ്ങുക, എക്സിറ്റ് അടിക്കുക, അല്ലെങ്കിൽ സെൽ ഓഫ് ചെയ്യുക, അതാണ് നമ്മൾ ഇത്. ബട്ട് ഹൗ ഡസ് ദാറ്റ് 20 years അത് ഒരുപാട് കമ്പനീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-12 ഇയേഴ്സിലൊക്കെയാണ് കമ്പനീസിൻ്റെ റിയൽ ഗ്രോത്ത്. ഇനിഷ്യൽ പ്രോഗ്രസ്സും ഒക്കെ ഉണ്ട്, പക്ഷേ അഗൈൻ ഐ എം ടോക്കിംഗ് അബൌട്ട് നോട്ട് ദ ഹൈപ്പർ സ്കെയിലേഴ്സ് ഓർ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ ഒരു 10 to 12 ഇയേഴ്സിലൊക്കെയാണ് ഇറ്റ് ബിക്കംസ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുവരെ ഫൗണ്ടർ ഡിപ്പെൻഡൻറ്റ്, ലോട്ട് ഓഫ് അതർ തിങ്സ്. അറ്റ് ദാറ്റ് ടൈം കമ്പനി ഹാസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇപ്പോൾ ഫൗണ്ടേഴ്സൊക്കെ പോയാലും കമ്പനി വിൽ സർവൈവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യു വിൽ സീ എ ലോട്ട് ഓഫ് ഗ്രോത്ത് ആസ് വെൽ. അതായത് ബിസിനസ് കംസ് ടു ഇറ്റ്സ് ഓൺ ലൈഫ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റൈഡ് ദാറ്റ് വേ. അപ്പോൾ 20 ഇയേഴ്സ് എന്തായാലും കമ്മിറ്റ് ചെയ്യാം. പിന്നെ I was young enough, ഒരു 20 ഇയേഴ്സിന് വിൽ ബിൽഡ് എ ഗുഡ് കമ്പനി എന്നുള്ളൊരു സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരുന്നു. ലോങ് ടേം വിഷനോട് കൂടിയാണ്. അപ്പോൾ I've met people along my lifetime, people like ഇപ്പോൾ മോർണിംഗ് സ്റ്റാർ എൻ്റെ CEO Kunal is a good personal friend. മോർണിംഗ് സ്റ്റാറിൻ്റെ ഫൗണ്ടർ ജോ ഈസ് വെരി ലോങ് ടേം തിങ്കറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ എല്ലാം നെവർ ഫിനാൻഷ്യൽ സർവീസസിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനീസ്. പുള്ളി ഇപ്പം റിട്ടയർഡാണ്, പക്ഷേ 60% ഷെയർ ഹോൾഡർ ഇൻ ദ പബ്ലിക് കമ്പനി. ദേ ഓപ്പറേറ്റ് ലൈക്ക് എ വെരി ഡിഫറെൻറ്റ് കമ്പനി, വളരെ ലോങ് ടൈം ഹൊറൈസണോടെ. അപ്പോൾ അങ്ങനെ പലരുടെ ആ ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ പലരെ പറ്റിയൊക്കെ വായിച്ചിട്ട് ഐ മേഡ് എ കോൺഷ്യസ് കോൾ. ഒരു 20 ഇയേഴ്സ് വേണം എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ മെർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജഡിൻ്റെ അടുത്ത് പറയുന്ന ഓർമ്മയുണ്ട്. ഓക്കെ, നോർമലി മെർജ് ചെയ്യുമ്പോൾ യു ഗിവ് അപ്പ് സം തിങ്സ്. അപ്പോൾ ഒരു കാര്യം അവർ എപ്പോഴും ചോദിക്കുന്നത്, ഹൗ ലോങ് ആർ യു ഗോയിങ് ടു ബി അറൗണ്ട് ഇഫ് യു ആർ നോട്ട് ദ ബിഗർ പാർട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ടൈം ഹൊറൈസണും എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി വാസ് അമേസ്ഡ്. അത്രയും കൺവിക്ഷനോടെ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഐ ഹാഡ് തോട്ട് അബൌട്ട് ഇറ്റ് ദാറ്റ് ലോങ്. അപ്പോൾ ബട്ട് ഇവൻച്വലി ഇറ്റ് ടുക്ക് 20 years.